CPM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയായി MA ബേബി. പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്നും പുതിയ അംഗങ്ങളില്ല. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MA ബേബി പ്രകാശ് കാരാട്ടിനെയും പിണറായി വിജയന്റെയും ദുഷിത വലയത്തിൽ അകപ്പെടരുതെന്ന് സതീശൻ. 28ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. വൈദികർക്കും വിശ്വാസികൾക്കും നേരെയുള്ള അക്രമങ്ങൾ കണ്ട് ഭയക്കില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സഭ ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മേളപ്പെരുക്കത്തിൽ അമർന്ന് പെരുവനം. തൃപ്രയാർദേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തി നിർഭരം. പ്രതിസന്ധിയിലായ പുല്ലഴി കോൾപ്പടവിലെ നെല്ല് സംഭരണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. അടിയന്തരമായി നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ജോസഫ് ടാജൻ. കന്നുകാലി ശല്യത്താൽ വലഞ്ഞ് തിരുവില്ലാമല. പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് നൂറുകണക്കിന് കന്നുകാലികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. MA ബേബിയെ CPM ജനറൽ സെക്രട്ടറിയായി മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തു. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയാണ് MA ബേബി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് MA ബേബിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ സാംസ്കാരിക ദാർശനിക മുഖമാണ് MA ബേബി. കൊല്ലം SN കോളേജിൽ നിന്നാണ് MA ബേബി സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായിട്ടാണ് MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. 84 പേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. ഒരു സീറ്റ് ഒഴിച്ചിട്ടു. കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയ അംഗങ്ങളില്ല. ഒരു ന്യൂനപക്ഷത്തിന്റെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രകാശ് കാരാട്ടിന്റെയും പിണറായി വിജയന്റെയും ദുഷിത വലയത്തിൽ അകപ്പെടരുതെന്നും VD സതീശൻ പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘപരിവാർ ആക്രമിച്ച വൈദികൻ ഡേവിസ് ജോർജിന്റെ സഹോദരൻ ജോബി തേറാട്ടിലിന്റെ കുട്ടനെല്ലൂരിലെ വസതിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഈ സംഭവം മുനമ്പം വിഷയവുമായി കൂട്ടിക്കൊഴിച്ച് അതൊരു 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു. അന്ന് ഞങ്ങൾ എല്ലാവരോടും മുന്നറിയിപ്പ് നൽകി. ഒരിക്കലും ഇത് 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു ന്യൂനപക്ഷ സമുദായത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ തകർത്ത് വേട്ടയാടാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുനമ്പം വിഷയം 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നമല്ല. വഖഫ് നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതിനെതിരായുള്ള ശക്തമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്തത്. ഒരു ന്യൂനപക്ഷത്തിന്റെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. CPMന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബി വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ന് പ്രവർത്തിച്ച് വർഗീയ ശക്തികൾക്കെതിരായ അതിശക്തമായ നിലപാടെടുക്കും എന്നുള്ളതാണ്. BJP ഫാസിസ്റ്റ് കക്ഷിയല്ല, നവഫാസിസ്റ്റ് പോലുമല്ല എന്ന കണ്ടുപിടുത്തം നടത്തിയ ആളാണ് പ്രകാശ് കാരാട്ട്. അതിന് പിന്തുണ കൊടുത്ത ആളാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളത്. അവർക്ക് കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിനുള്ളിൽ മുഴുവനുള്ളത്. അപ്പൊ അത് BJPയുമായി കോംപ്രമൈസ് ചെയ്താലും കോൺഗ്രസിനെ തകർക്കണം എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ദൂഷിത വലയത്തിൽ പെടാതെ മുന്നോട്ട് പോയാൽ ശ്രീ MA ബേബിക്ക് ഒരു സെക്യുലർ നിലപാട്, ദേശീയ തലത്തിൽ എല്ലാ മതേതര പാർട്ടികളും എടുക്കേണ്ട ഒരു സെക്യുലർ നിലപാട് എടുക്കാൻ കഴിയും. BJP ഫാസിസ്റ്റ് കക്ഷിയല്ല, നവഫാസിസ്റ്റ് കക്ഷി പോലുമല്ല എന്ന കണ്ടുപിടുത്തം നടത്തിയ പ്രകാശ് കാരാട്ടിനെയും അതിന് പിന്തുണ നൽകിയ പിണറായി വിജയനെയും പോലുള്ളവർ പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ MA ബേബിക്ക് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല. കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിനുള്ളിൽ. BJPയുമായി കോംപ്രമൈസ് ചെയ്താലും കോൺഗ്രസിനെ തകർക്കണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന അവരുടെ ദൂഷിത വലയത്തിൽപ്പെടാതെ സൂക്ഷിച്ചാൽ MA ബേബിക്ക് മതേതര നിലപാടുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും VD സതീശൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.
മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘപരിവാർ ആക്രമിച്ച വൈദികൻ ഡേവിസ് ജോർജിന്റെ സഹോദരന്റെ കുടുംബത്തെ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫിയും സംഘവും സന്ദർശിച്ചു. ആക്രമണത്തിന്റെയും നിലവിലെ അന്വേഷണത്തിന്റെയും വിവരങ്ങൾ ആരായുകയും കുടുംബത്തോട് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. എത്ര വലിയ വെല്ലുവിളികളും വിവേചനങ്ങളും അക്രമങ്ങളും നേരിട്ടാലും ക്രൈസ്തവർ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പാലയൂർ തീർത്ഥാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജബൽപൂരിലും ഒഡീഷയിലും വൈദികർക്കും വിശ്വാസികൾക്കും നേരെയുള്ള അക്രമങ്ങൾ കണ്ട് ഭയക്കില്ലെന്നും എത്ര പ്രതിസന്ധി വന്നാലും പ്രത്യാശയോടെ മുന്നോട്ടു പോകുമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സഭ ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മിഷണറി പ്രവർത്തനമാണ് സഭയുടെ മുഖ്യ ദൌത്യമെന്ന് മാർ റാഫേൽ തട്ടിൽ ചൂണ്ടിക്കാട്ടി. മാനസാന്തരപ്പെടുത്തി മാമോദിസ മുക്കുകയല്ല, മറിച്ച് ക്രൈസ്തവരുടെ ജീവിതശൈലി മറ്റുള്ളവർക്ക് വഴികാട്ടുന്നതാകണമെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കിൽ, മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര, ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, ഫാദർ സിൻസൺ ചിറമൽ, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. യേശു നമുക്ക് തരുന്ന പ്രതീക്ഷയിൽ എത്ര വന്നാലും ദൈവം പരിപാലിക്കുമെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ തീർത്ഥാടക സമൂഹം ഞങ്ങളെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏത് തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടായാലും, അത് വൈദികരെ തൃശ്ശൂർക്കാരനെ അച്ഛനെ പീഡിപ്പിച്ചാലും വേറെ അച്ഛനെ വലിച്ചഴിച്ചാലും ഞങ്ങൾക്കെതിരെ ന്യൂനപക്ഷമായ നമുക്ക് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും, മുന്നോട്ട് പോകും. അതുകൊണ്ട് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ മഹാതീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഞായറാഴ്ച വെളുപ്പിന് 4-ന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ആരംഭിച്ച മുഖ്യ പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വെല്ലൂരാന് ബേപ്പൽ പതാക കൈമാറി നിർവഹിച്ചു. തീർത്ഥാടനത്തിന്റെ മുഖ്യ പദയാത്രയോടൊപ്പം അതിരൂപതയിലെ 16 ഫൊറോനകളെ പ്രതിനിധീകരിച്ച് 11 മേഖലാ പദയാത്രകൾ പാലയൂരിൽ സംഗമിച്ചു. രണ്ടാം ഘട്ട പദയാത്ര പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് 4:30 പാലയൂരിൽ സംഗമിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, കൊട്ടേക്കാട്, വേലൂർ, പട്ടിക്കാട്, പുത്തൂർ, ഒല്ലൂർ, മറ്റം, പഴുവിൽ, കണ്ടശാങ്കടവ്, നിർമ്മലപുരം എന്നീ മേഖലകളിൽ നിന്ന് പദയാത്രികൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ജപമാലയും പ്രാർത്ഥനകളും ഉരുവിട്ടും പീഡാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും നടന്ന പദയാത്രയിൽ വൈദികരും സന്യസ്തരും ആത്മായരും ഉൾപ്പെടെ ആയിരങ്ങളാണ് അണിനിരന്നത്. പാലയൂരിൽ എത്തിച്ചേർന്ന മുഖ്യ പദയാത്രയുടെ പതാക പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി പൊതുസമ്മേളന വേദിയിൽ സ്ഥാപിച്ചു. 30,000-ഓളം പേർക്കുള്ള നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിരുന്നു. TCV ചാവക്കാട്. പ്രസിദ്ധമായ പെരുവനം പൂരം ഇന്ന് ആഘോഷിക്കുന്നു. വൈകിട്ട് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി എഴുന്നള്ളിയതോടെ പൂരത്തിന് തുടക്കമായി. കൊമ്പൻ എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റി. ആറാട്ടുപുഴ ശാസ്താവ് തെക്കേ മതിൽക്കെട്ടിനകത്ത് അണിനിരുന്നതിന് ശേഷം നടവഴിയിറങ്ങി കൊമ്പൻ ചുരക്കൽ കാളിദാസൻ ശാസ്താവിന്റെ തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. ചാത്തക്കുടം ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും ഒന്നിച്ച് നടവഴി കയറി കുട്ടൻകുളങ്ങര അർജുനൻ ശാസ്താവിന്റെ തിടമ്പേറ്റി. തുടർന്ന് ആറാട്ടുപുഴ കല്ലേലി മേടക്കുളം ശാസ്താക്കന്മാർ ഒരുമിച്ച് പെരുവനത്തേക്ക് എഴുന്നള്ളും. രാത്രി 11 മണിക്ക് ഉരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവും ഒന്നിച്ച് നടവഴി കയറും. 12-ന് 18 ദേവീദേവന്മാർ എഴുന്നള്ളുന്ന പെരുവനം വിളക്കാചാരം നടക്കും. പുലർച്ചെ ചേർപ്പ് ഭഗവതി ഐക്കുന്ന് ഭഗവതിയും ഒന്നിച്ച് നടവഴിയിറങ്ങും. കൃഷി ഇറക്കുന്നതിനുള്ള അനുമതിയേകി തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടന്നു. വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയ്ക്കും കോതകുളത്തിൽ ആറാട്ടിനും ശേഷമാണ് തേവർ പൈനൂർ പാടത്തേക്ക് ചാലുകുത്തലിനായി പുറപ്പെട്ടത്. തേവരുടെ തിടമ്പേറ്റിയ കൊമ്പൻ രവിപുരം ഗോവിന്ദൻ ചാലുകുത്തി കൊമ്പിൽ പറ്റിയ മണ്ണ് പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു. ചാലുകുത്തൽ ചടങ്ങ് കാണാനും മണ്ണ് പ്രസാദമായി സ്വീകരിക്കാനും നിരവധി പേരാണ് പൈനൂർ പാടത്തെത്തിയത്.
ചൂണ്ടലിൽ KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പുതുശ്ശേരി സ്വദേശി തെക്കേക്കര വീട്ടിൽ 50 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ തിരിയുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന KSRTC ബസ് ഇടിക്കുകയും റോഡിൽ വീണ തോമസിന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയുമായിരുന്നു. തോമസിന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർ കരുവന്നൂർ സ്വദേശി സജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ല് സംഭരണത്തിൽ കിഴിവ് വേണമെന്ന മില്ലുടമകളുടെ നിർബന്ധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ പുല്ലഴി കോൾപ്പടവിലെ നെല്ല് സംഭരണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. നെല്ല് മില്ലുടമകൾ ഏറ്റെടുക്കാത്തതുമൂലം പ്രതിസന്ധിയിലായ പുല്ലഴി കോൾപ്പടവിലെ കർഷകരെ സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുല്ലഴി കോൾപ്പടവിലെ നെല്ല് സംഭരണം വൈകിപ്പിച്ച് കർഷകരെ സമ്മർദ്ദത്തിലാക്കി നെല്ലിന്റെ വില കുറയ്ക്കുവാനുള്ള സ്വകാര്യ മിൽ ഉടമകളുടെ ശ്രമത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുത്. അടിയന്തരമായി നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോൾപ്പടവ് പ്രസിഡന്റ് K. ഗോപിനാഥൻ, കർഷകരായ B. ലീലാധരൻ, സുരേഷ് ബാബു, ആലാട്ട് ചന്ദ്രൻ, KPCC സെക്രട്ടറി A. പ്രസാദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KH ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. കന്നുകാലി ശല്യത്താൽ വലഞ്ഞ് തിരുവില്ലാമല. നൂറുകണക്കിന് കന്നുകാലികളാണ് മേഖലയിൽ അലഞ്ഞുതിരിയുന്നത്. തിരുവില്ലാമലയിൽ കാലികൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്നതും ഇരുചക്ര വാഹനങ്ങളിൽ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നവരെ ഭയപ്പെടുത്തി സാധനങ്ങൾ വലിച്ചിട്ട് നശിപ്പിക്കുന്നതും തിന്നുന്നതും പതിവ് കാഴ്ചയാണ്. 1 വർഷത്തിനുള്ളിൽ 7 പേരാണ് കാലികൾ കുത്തി പരിക്കേറ്റ് ചികിത്സ തേടിയത്. തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലാണെന്ന വ്യാജേനെ പലരും വളർത്തുന്നതാണിവയെ. കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. തുരത്താൻ ശ്രമിച്ചാൽ കൂട്ടത്തിലുള്ള കൂറ്റൻ കാളകൾ കർഷകരെ ആക്രമിക്കുമെന്നതിനാൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കർഷകർക്കും കഴിയുന്നുള്ളൂ. ഇവയുടെ ശല്യം മൂലം കൃഷി ഉപേക്ഷിച്ചവരും ഒട്ടേറെയാണ്. പച്ചക്കറി കടകളുടെ മുന്നിൽ വയ്ക്കുന്ന പച്ചക്കറികളും പഴക്കുലകളും വലിച്ചു കൊണ്ടുപോകുന്നതും സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ പശുക്കളെ നടതള്ളുന്ന ആചാരമില്ലെന്ന് ദേവസ്വം മാനേജർ വിജയകുമാർ പറയുന്നു. തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലായിട്ട് കാലികളൊന്നും ഇല്ല. തിരുവില്ലാമല ക്ഷേത്ര കോമ്പൗണ്ടില് ധാരാളം കാലികള് മേഞ്ഞു നടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ആചാരം ഇവിടെ നിലവില് ഇല്ല. അലഞ്ഞു തിരിയുന്ന കാലികളെ പിടികൂടാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV തിരുവില്ലാമല. സാറ ടീച്ചറുടെ എഴുത്തിന്റെയും പ്രതിരോധത്തിന്റെയും 60 വർഷങ്ങൾ പിന്നിടുന്നത് ചരിത്ര മുഹൂർത്തമാണെന്നും സാറ ടീച്ചർ ഒരു എഴുത്തുകാരി മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇടപെടൽ നടത്തുന്ന മലയാളികളുടെ അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചർ എന്നുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് BD സതീശൻ പറഞ്ഞു. എഴുത്തിന്റെ 60 വർഷം പിന്നിടുന്ന സാറ ജോസഫിന്റെ ലോകങ്ങൾ എന്ന 2 ദിവസം നിലനിന്നിരുന്ന ആദര പരിപാടിയുടെ സമാദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുട്ടിന്റെ മാളങ്ങളിലേക്ക് വെളിച്ചമായി കത്തിക്കയറുന്നതാണ് ടീച്ചറുടെ എഴുത്തുകൾ. ടീച്ചറുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കുകയെന്നത് തന്റെ ആഗ്രഹമാണ്. ഇന്ന് കേരളത്തിൽ വെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണ്. നമ്മുടെ ഇഷ്ടവിഷയം സംഘർഷമാണ്. സംഘർഷഭരിതമായ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ പിന്നിൽ നിന്ന് കുത്തുമെന്നും രാഷ്ട്രീയ നേതാവായതുകൊണ്ട് പൊളിറ്റിക്കലാകണമെന്നില്ലെന്നും ടീച്ചർ തന്നേക്കാൾ പൊളിറ്റിക്കലാണെന്നും സതീശൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉപഹാര സമർപ്പണം നടത്തി. ലോകത്തിന്റെ മുന്നിൽ മലയാളത്തെ അടയാളപ്പെടുത്തുവാൻ എഴുത്തിലൂടെ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ടീച്ചറുടെ വിമർശനങ്ങളെ വിമർശനമായി തങ്ങൾ കാണാറില്ലെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. തെലുങ്ക് എഴുത്തുകാരി വോൾഗ, റഫീഖ് അഹമ്മദ്, CV ബാലകൃഷ്ണൻ ആദരമേറ്റുവാങ്ങിയ സാറ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മലയാളികളും വായിക്കുന്ന പുസ്തകങ്ങളാണ്. എനിക്ക് ഏറ്റവും സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ റിട്ടയർഡ് അധ്യാപകനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൂടി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ മാനകത്ത് വീട്ടിൽ ജാസിർ, ഷക്കീൽ റഹ്മാൻ എന്നിവരെയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയാൽ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 44,97,516 രൂപ നിക്ഷേപം ചെയ്യിപ്പിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ജാസിറിനെയും ഷക്കീൽ റഹ്മാനെയും റിമാൻഡ് ചെയ്തു.
ലോൺ ടേക്ക് ഓവർ ചെയ്ത് മറ്റൊരു ലോൺ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയുടെ പേരിൽ കാർ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. റിയാഡ് അത്താണി സ്വദേശി മംഗലപ്പെട്ടി വീട്ടിൽ സനോജിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂർക്കനാട് സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. കോടതിയിൽ ഹാജരാക്കിയ സനോജിനെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ PR ദിനേഷ് കുമാർ, CM ക്ലീറ്റസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തലൂരിൽ കോഴിമാലിന്യവുമായി വന്ന പിക്കപ്പ് വാൻ വൈദ്യുതി തൂണിലിടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പരിസരവാസികളെ ദുരിതത്തിലാക്കി. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. പ്ലാസ്റ്റിക് വീപ്പുകളിലാക്കിയ കോഴിമാലിന്യമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ഡ്രൈവർ പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്നും വിവരമറിയിച്ചിട്ടും പുതുക്കാട് പോലീസും എത്തിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ബഷീറിയൻ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പടിയോടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചൂടുപിടിക്കുന്ന ചോദ്യങ്ങളുമായി അന്തിക്കാട് അരങ്ങേറിയ നാടകം വെയ് രാജ വെയ് ശ്രദ്ധേയമായി. അന്തിക്കാട് ഹൈസ്കൂളിൽ ശനി ഞായർ ദിവസങ്ങളിലായി അരങ്ങേറിയ നാടകത്തെ നിറഞ്ഞ സദസ്സോടെയാണ് ആസ്വാദകർ വരവേറ്റത്. ചരിത്രത്തിന്റെ പല ദശാസന്ധികളിലും ഇടപെട്ടുകൊണ്ട് സാധാരണ മനുഷ്യരാൽ ചരിത്രം സൃഷ്ടിക്കപ്പെട്ട അന്തിക്കാടൻ വീരഗാഥകളുടെ തുടർച്ചയിലേക്കാണ് നാടകവീട് അന്തിക്കാട് എന്ന ഗ്രാമീണ നാടക സംഘം വെയ് രാജ വെയ് എന്ന നാടകവുമായി അരങ്ങിലെത്തിയത്. രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തെ അഭിസംബോധന ചെയ്യുന്ന അതിശക്തമായ രാഷ്ട്രീയമാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. പള്ളിക്കെന്തിനാണ് പൊൻകുരിശ് എന്ന എക്കാലവും പ്രസക്തമായ ബഷീറിയൻ ചോദ്യമാണ് ഈ നാടകത്തിന്റെ കാതൽ. കുട്ടികളടങ്ങുന്ന അഭിനേതാക്കൾക്കൊപ്പം അന്തിക്കാട്ടെ ഗ്രാമീണ അരങ്ങിനെ സജീവമാക്കുന്ന പ്രതിഭകളും ചേർന്നാണ് നാടകം അരങ്ങിലെത്തിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികളായ AK അഭിലാഷ്, JP അന്തിക്കാട്, KR രഭീഷ്, VP പ്രേംശങ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള നാടകവീട് അന്തിക്കാട് നാടക സംഘം 46ഓളം അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ്. ജെയിംസ് സേലിയ രചന നിർവഹിച്ച നാടകത്തിന് ഷൈജു അന്തിക്കാടാണ് രംഗഭാഷ ഒരുക്കിയിരിക്കുന്നത്. സച്ചിൻ സംഗീതവും, സനോജ് മാമോ ദീപവിധാനവും, അനിൽ തച്ചണ്ണ കലാസംവിധാനവും, ശശി നാട്ടിൽപ്പുറം മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു. നാടകരാവിന്റെ ഉദ്ഘാടനം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. KR രബീഷ് അധ്യക്ഷത വഹിച്ചു. ഷൈജു അന്തിക്കാട്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് VD പ്രസാദ്, KV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മോഷണക്കേസിൽ കുറുവാ സംഘത്തെ പിടികൂടിയതിന്റെ ഞെട്ടലിൽ ഗുരുവായൂർ നിവാസികൾ. ഇതര സംസ്ഥാന മോഷ്ടാക്കളുടെ എണ്ണം പെരുകുന്നു. മാർച്ച് 27-ന് പുലർച്ചെ വീട്ടിൽ കയറി വൃദ്ധയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലാണ് തേനി സ്വദേശി ജയരാമൻ അറസ്റ്റിലായത്. മോഷണത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഇയാൾ കുപ്രസിദ്ധ മോഷ്ടാവ് തേനി കരുണാനിധിയുടെ ശിഷ്യനാണ്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മോഷണ കേസുകളിൽ 40% പിന്നിലും ഇതര സംസ്ഥാനക്കാരാണ്. ജോലി തേടിയെത്തുന്ന സാധാരണക്കാരനായ തൊഴിലാളികളുടെ മറപിടിച്ചാണ് മോഷ്ടാക്കളും എത്തുന്നത്. കുറുവാ സംഘം ആയുധധാരികളായ മോഷണ സംഘമാണ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ സംഘത്തിലുണ്ടാകും. പകൽ ആക്രിപെറുക്കിയും മറ്റും അലഞ്ഞു നടക്കുന്ന ഇവർ മോഷണത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തും. രാത്രി സംഘമായാണ് ഇവരെത്തുക. മുഖം മറച്ചിരിക്കും. ട്രൗസർ മാത്രമാണ് ധരിക്കുക. ചെരുപ്പിടില്ല. ആയുധങ്ങൾ കയ്യിൽ കരുതുന്ന ഇവർ മോഷണത്തിനിടെ അതിക്രൂരമായി ആക്രമിക്കുവാനും മടിക്കുകയില്ല. ഭിക്ഷാടനത്തിനായി കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘം കേരളത്തിൽ. പാലക്കാട് 1.5 വയസ്സുള്ള കുട്ടിയെ തട്ടിയെടുത്തത് തമിഴ്നാട് സ്വദേശി. ഒഡീഷയിൽ നിന്ന് ജോലിക്കായി ആലുവയിലേക്ക് വരികയായിരുന്ന ദമ്പതിമാർ കുട്ടിയെ നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് തൃശൂരിലെത്തിയപ്പോഴാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ഇവരിൽ നിന്ന് തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി കുട്ടിയെ തട്ടിയെടുക്കുകയായിരുന്നു. പാലക്കാട് സ്റ്റേഷനിൽ വെച്ച് കുട്ടി കരഞ്ഞതോടെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇതോടെയാണ് കുട്ടിയെ ഭിക്ഷാടനത്തിനായി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് മനസ്സിലായത്. പോലീസെത്തി കുട്ടിയെ രക്ഷിതാക്കൾക്ക് കൈമാറി. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സമകാലീനം സംവാദ പരിപാടി നാടക പ്രവർത്തകൻ സാംകുട്ടി പട്ടംകരി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ് അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് ശബത്, കവി TR അനിൽകുമാർ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വിവാഹമോചിതയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അഴീക്കോട് സ്വദേശി കുട്ടിക്കൽ വീട്ടിൽ സുജേഷിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച സുജേഷ് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് പീഡിപ്പിച്ചത്. പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിഞ്ഞുമാറിയതോടെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ധീവര സമുദായത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ നിർത്തലാക്കിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആവശ്യപ്പെട്ടു. ധീവരസഭ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകകൾക്ക് വേണ്ടി സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കരിനിയമങ്ങളിലൂടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നത് തീരദേശ ജനതയുടേതാണ്. കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കരിനിയമങ്ങൾ റദ്ദ് ചെയ്യണം. തീരദേശം മദ്യത്തിന്റെയും കടൽമണൽ ഖനനവും കരിമണൽ ഖനനവും സർക്കാർ ഉപേക്ഷിക്കുകയും തീരദേശം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി അധ്യക്ഷത വഹിച്ചു. ടി വി ശ്രീജിത്ത്, പി വി ജനാർദ്ദനൻ, പി എൻ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, യു ബി മണികണ്ഠൻ, ദിവാകരൻ കുറുപ്പത്ത്, കെ കെ ജയൻ, യു കെ രാധാകൃഷ്ണൻ, ജോഷി പ്ലാങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. ഓട്ടോറിക്ഷ ഫെഡറേഷൻ സെക്രട്ടറി പി വി റജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു. BMS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ്, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട്, യൂണിയൻ ജില്ലാ ഭാരവാഹികളായ KA ജയതിലകൻ, KA മാത്യൂസ്, പി രാജഗോപാൽ, KT മുഹമ്മദ് യൂനസ്, PB പ്രമോദ്, സിബിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. വിശ്വസ്തതയാർന്ന 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തോടെ മിഖായേൽ ഗ്രൂപ്പിന്റെ സേവന സജ്ജമാക്കിക്കൊണ്ട് മറ്റത്ത് മിഖായേൽ ഗ്രൂപ്പിന്റെ 5 പുതിയ സംരംഭങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. മിഖായേൽ ഈ സേവാ കേന്ദ്രം കൃത്യതയോടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മിഖായേൽ ലബോറട്ടറി, സമ്പാദ്യം സുരക്ഷിതമാക്കാൻ മൈക്ക് ചിറ്റ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ സൗകര്യം, ഒപ്പം മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം, മിഖായേൽ മിനി സ്റ്റോർ എന്നിവ ഒരു കുടക്കീഴിൽ സജ്ജമാക്കിയാണ് മറ്റം സെന്ററിൽ മിഖായേൽ ക്യാപിറ്റലൈസ് 30ാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. മിഖായേൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. മിഖായേൽ ജ്വല്ലറി ഉദ്ഘാടനം മുഖ്യാതിഥിയായ സിനിമാ താരം ടിനി ടോമും, മിഖായേൽ ക്യാപിറ്റലൈസിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥി നാടക നടൻ ശിവജി ഗുരുവായൂരും നിർവഹിച്ചു. ഈ സേവാ കേന്ദ്രം ഉദ്ഘാടനം മിഖായേൽ ഗ്രൂപ്പ് ഫൗണ്ടർ ജോസ് വാഴപ്പള്ളിയും, ലബോറട്ടറി ഉദ്ഘാടനം ആർത്താറ്റ് പള്ളി ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ എന്നിവരും, മൈക്ക് ചിറ്റ്സിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ PV നിവാസും നിർവഹിച്ചു. മിഖായേൽ ഫുഡ് ലിമിറ്റഡ് ഡയറക്ടർമാരായ PD ജോസ്, KM എഡ്വിൻ, TA ബാബു, TJ റോയ്, മിഖായേൽ ഗ്രൂപ്പ് CEO ടോജോ ജോസ്, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി, ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ ബിജു വർഗീസ് ഇടയാളിക്കുടിയിൽ, മൈക്ക് ചിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ലിയോ ടോണി, KVVES മറ്റം യൂണിറ്റ് പ്രസിഡന്റ് PV തോമസ്, മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഗോഡ്വിൻ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂരിന്റെ സുവർണ സ്വപ്നങ്ങളെ കഴിഞ്ഞ 9 വർഷമായി പൊന്നണിയിച്ച കേരള മാനുഫാക്ചേഴ്സ് ജ്വല്ലറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിന്റെ തൃശൂർ പൂത്തോളിലെ നവീകരിച്ച ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിന് പത്തരമാറ്റ് തിളക്കമേകാൻ ഇടനിലക്കാരില്ലാത്ത ലോകത്തിലെ ഏക ജ്വല്ലറിയായ KMJയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു. ചടങ്ങിൽ മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ, കൌൺസിലർമാരായ സാറാമ റോബ്സൺ, പൂർണിമ സുരേഷ്, KMJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ സാംസൺ വർഗീസ്, മാനേജിംഗ് ഡയറക്ടർ ഷാജു കണ്ണംകുടം, ഡയറക്ടർമാരായ ആന്റോ തട്ടൽ, ജോയ് കണ്ണംകുടം, KS സേതു, KV ചന്ദ്രൻ, സെബു പോൾ, ആൻഡർസൺ വർഗീസ്, TV ശിവദാസൻ, കുര്യാക്കോസ് ജോണി, KJ വിനുരാജ്, JMA ട്രേഡ് സെന്റർ ചെയർമാൻ റാഫി ആന്റണി, JMA സ്റ്റേറ്റ് പ്രസിഡന്റ് AK സാബു, JMA ട്രേഡ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ KP ജോസ്, സീരിയൽ താരം ഷാൻസായ്, സിനി ആർട്ടിസ്റ്റ് ഫിറോസ് മോഹൻ, KMJ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് സാംസ്കാരിക നഗരത്തിന്റെ മണ്ണിൽ പരിശുദ്ധ സ്വർണത്തിന്റെ കയ്യൊപ്പ് ചാർത്തി കേരളത്തിലെ ഏറ്റവും മികച്ച സ്വർണ്ണാഭരണ ശ്രേണിയുടെ അവസാന വാക്കായി മാറാനും KMJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് സാധിച്ചു. ഡയമണ്ട് ആഭരണങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളും 916 HUAD സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷൻസും പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങളും
ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് KMJ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 ദിവസത്തേക്ക് സ്പെഷ്യൽ ഓഫറും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിലെ വിജയികളായ ഭാഗ്യശാലികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പവന് 66,840 രൂപ, വെള്ളി ഗ്രാമിന് 102 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,302 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CPM ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തെരഞ്ഞെടുത്തു. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയായി MA ബേബി. പോളിറ്റ് ബ്യൂറോയിലേക്കും കേരളത്തിൽ നിന്നും പുതിയ അംഗങ്ങളില്ല. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MA ബേബി പ്രകാശ് കാരാട്ടിന്റെയും പിണറായി വിജയന്റെയും ദുഷിത വലയത്തിൽ അകപ്പെടരുതെന്ന് സതീശൻ. 28ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. വൈദികർക്കും വിശ്വാസികൾക്കും നേരെയുള്ള അക്രമങ്ങൾ കണ്ട് ഭയക്കില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സഭ ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി. മേളപ്പെരുക്കത്തിലമർന്ന പെരുവരം. തൃപ്രയാർത്തവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തി നിർഭരം. പ്രതിസന്ധിയിലായ പുല്ലരിക്കോൾ പടവിലെ നെല്ല് സംഭരണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് രാജൻ. അടിയന്തരമായി നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ജോസഫ് രാജൻ. കന്നുകാലി ശല്യത്താൽ വലഞ്ഞ തിരുവില്ലാമല. പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് നൂറുകണക്കിന് കന്നുകാലികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.